ഹലോ ഫ്രണ്ട്സ്, അപ്പം നമുക്കിന്ന് മാൾട്ടയിലെ പുതിയ വിശേഷമാണ് റോട്ടുണ്ട ചർച്ച്. റോട്ടുണ്ട ചർച്ചിനെ കുറിച്ച് അധികമൊന്നും ആരും കേട്ടിട്ടുണ്ടാവില്ല. ശരിക്കും ഇവിടെ മോസ്റ്റയിലുള്ളൊരു ഫേമസ് ആയിട്ടുള്ളൊരു ചർച്ചാണ്. അതായത് ആ ചർച്ചിലെ ആ ഒരു എന്താ പെരുന്നാൾ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ ഒരു പബ്ലിക് ഹോളിഡേ ആയിട്ട് മാൾട്ട ആചരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും റോട്ടുണ്ട ചർച്ചിലോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് കുറച്ച് പേരുമായിട്ട് ഞങ്ങളിന്ന് അങ്ങോട്ടേക്കാണ് യാത്ര. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വഴിയോര കച്ചവടക്കാരും പിന്നെ നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഈ റോഡ് കംപ്ലീറ്റ് അവർക്ക് വേണ്ടി വിട്ടുകൊടുത്തേക്കാം, നാട്ടുകാർക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അവർ ഫുൾ ഇത് ശരിക്കും ഈ നമ്മുടെ മോസ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ മാൾട്ടയുടെ ഒരു മെയിൻ സെൻറ്ററാണ്. ഇത് ചുറ്റിയ ബസ് പോകണം. ഇത് ശരിക്കും ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ഓടുന്ന റൂട്ടാണ്. പക്ഷേ കംപ്ലീറ്റ് 1 കിലോമീറ്ററോളം ദൂരം 4 ചുറ്റും എല്ലാ റോഡുകളും അവർ മാറ്റി റൂട്ട് വിട്ടിട്ട് ഫുൾ ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കുക. അപ്പോൾ ഞങ്ങളോട് വന്നപ്പോൾ തന്നെ എക്സൈറ്റഡ് ആയിപ്പോയി. കാര്യം ഞങ്ങൾ ബസ് ഒത്തിരി ദൂരം നിർത്തി, ഞങ്ങൾ നടന്ന് ഒത്തിരി ദൂരം വരേണ്ടി വന്നു. അപ്പോൾ ഇത് ശരിക്കും ആൾക്കാരുടെ ഇടയിൽ കൂടെ വകഞ്ഞു മാറ്റി വരേണ്ട ഒരു കാഴ്ചയാണ്. ഇതിപ്പോൾ ഏകദേശം പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. പക്ഷേ ഒത്തിരി ദൂരം ഫുൾ റോഡ് ഫുള്ള് ഫുഡൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ എൻജോയ്മെൻറ്റാണ്. ഇതാണ് നമ്മുടെ റോട്ടുണ്ട ചർച്ച്. ഇതിൻ്റെ ഫ്രണ്ട് വശത്ത് നോക്കുമ്പോഴത്തേക്കും അതിമനോഹരമായിട്ടുള്ള ഒരു രക്ഷയില്ല. ഒത്തിരി വലിപ്പമുള്ള ചർച്ച കേട്ടോ. നമ്മളങ്ങനെ അടുത്ത് നിന്നൊരു വീഡിയോ എടുക്കുമ്പോൾ കാണുന്ന ഒരു രൂപമല്ല, ശരിക്കും ഭയങ്കര വലിപ്പമുള്ള ഒരു വമ്പൻ സംഭവമാണ്. ഇതിനെക്കുറിച്ച് ചരിത്ര പ്രാധാന്യമുള്ള ഒരു ബിൽഡിംഗ് കൂടെയാണ്. ഒന്നാമത് ലോകത്തിലെ തന്നെ 4ാമത്തെ വലിപ്പം കൂടിയ ഒരു കെട്ടിടങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന ഒരു വലിയ ചർച്ചും കൂടിയാണ് റോട്ടുണ്ട ചർച്ച് എന്ന് പറഞ്ഞാൽ. 1942 2ാം ലോക മഹായുദ്ധ കാലത്ത് ഈ ചർച്ചിൽ ജർമ്മനി ഒരു എയർ ബോംബ് വീഴ്ത്തുകയുണ്ടായി. അതും പള്ളിക്കകത്ത് പ്രയർ നടന്നുകൊണ്ടിരിക്കുന്ന ആ തിരക്കുള്ള സമയത്ത്, ഒത്തിരി ആൾക്കാർ പ്രയർ നടത്തിയ സമയത്ത് അതിനുള്ളിൽ ബോംബ്, അതായത് ഇതിനൊരു ഒരു ബീമുണ്ട് നടുക്ക്, അതിൻ്റെ മുകളിൽ കൂടെ കറക്റ്റ് ആ സെൻറ്ററിൽ തന്നെ വീഴുകയും അത്രയും ആൾക്കാരിരുന്നിട്ട് ദൈവ സാന്നിധ്യമുള്ള സ്ഥലമാണെന്ന് വിശ്വസിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് പൊട്ടിയില്ല. അതിന്നും അവിടെ ചരിത്ര സ്മാരകങ്ങളുടെ കൂടെ നമുക്ക് തന്നെ പോയി കാണാൻ പറ്റുന്ന ഒരു എയർ ബോംബിൻ്റെ ഒരു ആ ഒരു ബോംബ് തന്നെ അവിടെ തന്നെ ഉണ്ട്. അപ്പം നമുക്ക് എന്തായാലും പള്ളിക്കകത്തുള്ള വിശേഷങ്ങൾ കാണാൻ വേണ്ടി പള്ളിയിലോട്ട് പോകാം. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ട്സും ഉണ്ട്. ഞങ്ങളിതാ പള്ളിക്കകത്ത്, നിങ്ങൾ ആ തൂണുകൾ കണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ അത് എത്ര വലുതാണെന്ന് അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. വാതിലിൻ്റെ കൊത്തുപണികൾ, തറയുടെ ഡെക്കറേഷൻ, അകത്ത് കയറി കഴിഞ്ഞാലുണ്ടോ പുറം ലോകമല്ല. ശരിക്കും ഒത്തിരി ദിവസം അങ്ങനെ പോകണമെന്ന് വിചാരിച്ചിട്ട് പോകാൻ പറ്റാത്തൊരു സ്ഥലമാണിത്. നമുക്കല്ലാത്ത ദിവസങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ID കാർഡിൻ്റെ എല്ലാം പരിശോധിച്ചിട്ട് മാത്രമേ നമ്മൾ കയറ്റി വിടുള്ളൂ. ID കാർഡില്ലാത്തവർ €6 പേ ചെയ്താൽ മാത്രമേ നമുക്ക് അകത്ത് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള ആ ഒരു കൊത്തുപണികൾ, ചിത്രകലകൾ അത്രയും വിശേഷപ്പെട്ടൊരു സംഭവമാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ, അതായത് ഒരു പ്രശസ്തരായ ഒരു ചിത്രകാരന്മാരോ അങ്ങനെയുള്ള ആൾക്കാരൊന്നും, ശില്പികളോ ഒന്നും ചെയ്തതല്ല. ഈ നാട്ടിൽ തന്നെ, അതായത് മാൾട്ടീസുകാരായ സാധാരണ ആൾക്കാർ അവരുടെ അവധി ദിവസങ്ങൾ ചിലവിട്ട് പണി കഴിപ്പിച്ച ഒരു വലിയ കൊട്ടാരം പോലത്തെ ഒരു ചർച്ചാണിത്. ശരിക്കും അവരുടെ അവധിക്കാലങ്ങളും അവരുടെ അവധി ദിവസങ്ങളും ഞായറാഴ്ചകളും അവർ അവരുടേതായ ശൈലിയിൽ നല്ലൊരു ഒരു ലീഡർ ഇല്ലാത്ത ഒരു കാര്യങ്ങൾ ഇത്രയും സെറ്റപ്പ് ആവില്ല. അപ്പോൾ ആ ഒരു നല്ലൊരു ആർക്കിടെക്ചറിൻ്റെ കീഴിൽ ഇവിടെയുള്ള നാട്ടുകാർ, ഈ മാൾട്ടീസുകാർ ചെയ്തെടുത്ത ഒരു പള്ളിയാണിത്. എനിക്ക് തോന്നുന്നത് ഒരു 1000-ഓളം സീറ്റിംഗ് കാണുമായിരിക്കും. അത്രയ്ക്ക് വിശാലമായിട്ടുള്ളൊരു വമ്പൻ സംഭവം കേട്ടോ. ആൾക്കാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അത് നമുക്ക് അടുത്ത് നിന്ന് നോക്കുമ്പോൾ വെച്ചാൽ അത് ഇങ്ങനെ സ്വർണ്ണ ഗോപുരം പോലെ തിളങ്ങും. അതെല്ലാം ഓരോ മിനാരങ്ങളുടെ ഇടയിലും ഓരോ രൂപക്കൂടുകളുണ്ട്. യേശുവിൻ്റെ രൂപക്കൂടുണ്ട്, മാതാവുണ്ട്, പിന്നെ പുണ്യാളന്മാരുടെ, അങ്ങനെ ഒത്തിരി ശരിക്കും ഒത്തിരി സെക്യൂരിറ്റീസാണ് അകത്ത്. ഫുൾ ക്യാമറയൊക്കെ ഘടിപ്പിച്ച്, അതായത് ഈ ബോംബ് സ്ഫോടനം നടന്നതിന് ശേഷമായിരിക്കാം. പിന്നെ ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ തന്നെ ഈ യുദ്ധകാലത്തിൻ്റെ സമയത്ത് ഇവിടുത്തെ ആൾക്കാരൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഇതിൻ്റെ ഭൂമിക്കടിയിൽ തന്നെ ഒരു അറ, അതും ചരിത്ര സ്മാരകങ്ങളിലൊന്നാണ്. അതിനകത്ത് ആൾക്കാർ താമസിച്ചിരുന്നതിനുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോഴും ഉണ്ട് നിലവിൽ. ഇത് മാതാവിൻ്റെ ഒരു രൂപം അവിടെ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കണ്ടു തീരാൻ പറ്റാതെ അത്രയ്ക്കും അതിനകത്ത് കാണാൻ തന്നെ ഉണ്ട്.
അപ്പോൾ ശരിക്കും ഭക്തി നിർഭരവും അതിനേക്കാൾ നമ്മൾ എക്സൈറ്റഡും ആയിട്ട് ഉണ്ടാകുന്ന ഒരു എന്താ പറയുക റോട്ടുണ്ട ചർച്ച്. പിന്നെ അതിനുള്ളിലകത്ത് ഇതെല്ലാം ചരിത്രങ്ങളുടെ, അതായത് കണ്ടോ അതാ ബോംബ്. ശരിക്കും ഞാനത് വേറെ ഫോട്ടോ ആയിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം പുരാതന കാലങ്ങളിലെ കാര്യങ്ങൾ എടുത്തു വെച്ചേക്കുന്നതാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സൂക്ഷിച്ചിട്ടുള്ള ആ ബോംബിൻ്റെ ഒരു ഭാഗം അല്ലാതെ പൊട്ടിയിട്ടില്ലെങ്കിൽ അത് ഒറിജിനലാണ്. ഇതെന്ന് വെച്ചാൽ ഈ പള്ളിയുടെ ഫുൾ രൂപക്കൂടിന് ചെറിയ രീതിയിൽ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഫുൾ, അതായത് പള്ളിയുടെ ഫ്രണ്ടിൽ നമ്മൾ നോക്കുമ്പോൾ ഉള്ളത് പുറത്തിറങ്ങിയതിന് ശേഷമുള്ള കാഴ്ചയാണ്. മലയാളികൾ ഉൾപ്പെടെ ഒത്തിരി ആൾക്കാർ ഇതിനകത്ത് കാണാനും ഇതിൽ പങ്കെടുക്കാനും. ഇപ്പം തന്നെ ഏകദേശം ഒരു 12 മണിയോട് അടുപ്പിച്ചായി. 12 മണിക്ക് ശേഷമാണ് ഇവിടെ പ്രോഗ്രാമൊക്കെ തുടങ്ങുന്നത്. വെടിക്കെട്ട്, പിന്നെ വിവിധ തരം പരിപാടികൾ. അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട്സാണ് എല്ലാവരും. മലയാളീസ് ഒത്തിരി കാണാൻ പറ്റി ഇവിടെ വന്നപ്പോഴത്തേക്കും. അത്ര ഫേമസാണ് റോട്ടുണ്ട ചർച്ച്. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു, അടിച്ചു പൊളിച്ചു എന്ന് വേണം പറയാം. കുറേ നാൾ കൂടി എല്ലാവരും എൻജോയ് ചെയ്തൊരു യാത്രയും കൂടെ ആയിരുന്നു റോട്ടുണ്ട ചർച്ചിൽ. ഞങ്ങൾ പല വഴിക്കായിട്ട് വന്ന് സന്തോഷം, ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പോൾ എല്ലാവരും മതിമറന്ന് ആഘോഷിക്കാൻ പറ്റിയൊരു ഭയങ്കര ഭക്തി നിർഭരമായൊരു യാത്രയും കൂടെയായിരുന്നു. ഇതെന്ന് വെച്ചാൽ അവരുടേതായിട്ടുള്ള രീതിയിൽ എന്താ പറയുക, ബാൻഡ് മേളവും അവരുടെ ഒരു അതായത് ആ സമാപന ദിവസത്തിൻ്റെ ഒരു ആഘോഷ പരമ്പരയാണ് നമ്മൾ കാണുന്നത്. ഒത്തിരി സമയം ഉണ്ടായിരുന്നു. ഞങ്ങൾ കാത്തു നിന്ന് 12:45 തുടങ്ങാതെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് പിന്നെ ലാസ്റ്റ് ബാക്കി പരിപാടികളൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇനി പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ എന്താ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയെന്ന് വെച്ചാൽ, നിങ്ങൾ ആ പുറകോട്ടടിച്ച് നോക്കുമ്പോൾ കാണാം ചർച്ചിന് 2 ക്ലോക്കുകളുണ്ട്. അപ്പോൾ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ശരിക്കും ഇവിടുത്തെ വിശ്വാസപ്രകാരം സാത്താന് വേണ്ടിയിട്ടുള്ളൊരു ക്ലോക്കും മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടുള്ളതും. അതായത് സാത്താന്മാരെ മനുഷ്യരെ വഴി തെറ്റിക്കാതിരിക്കാനും അവരുടെ സമയക്രമം മാറ്റി വയ്ക്കാനും വേണ്ടി എല്ലാ പള്ളികളിലും 2 ക്ലോക്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ വെടിപരിപാടി. അതായത് ഇത് പല രീതിയിലുള്ള കോമ്പറ്റീഷൻ പോലെയാണ് ഓരോ ചർച്ചുകളുടെ പരിപാടികൾക്ക്. ലാസ്റ്റ് കമ്പക്കെട്ടും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ മണിക്കൂറുകൾ നിന്നാണ് ഞങ്ങൾ കണ്ടത്. അതിമനോഹരമായിട്ടുള്ളൊരു സംഭവമായിരുന്നു. നമ്മുടെ നാട്ടിൽ കാണാത്തൊരു വെറൈറ്റി ആയിട്ടുള്ള പൂത്തിരിയും അതൊക്കെ ഇങ്ങനെ പല രീതിയിൽ പൂക്കൾ വിരിഞ്ഞ് വരുന്ന പോലെയും സ്റ്റാറായിട്ടും ആ വലിയൊരു പാട്ടിൻ്റെ ഇടയിലാണിത്. ആ ഒരു പാട്ടിൻ്റെ ട്യൂണിനനുസരിച്ച് ഇങ്ങനെ വർക്കായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ എല്ലാ പ്രോഗ്രാമൊക്കെ കണ്ട് 1.5 കിലോമീറ്റർ നടന്ന് വന്ന് കുത്തിയിരുന്നാണ് വണ്ടി കിട്ടി. അവസാനം ക്യാബ് വിളിച്ച് തിരിച്ചു പോകേണ്ടി വന്നു. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. മീറ്റ് അഗൈൻ വിത്ത് അനദർ വീഡിയോ. ബൈ.